ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഇഗ്നൈറ്റിന്റെ വൺ ഷോട്ട് സീരീസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഗ്നൈറ്റിന്റെ വൺ ഷോട്ട് സീരീസിലെ കെമിസ്ട്രി സെക്ഷനിലെ ചാപ്റ്റർ 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചാപ്റ്റർ 3 ആയിട്ട് വന്നിരിക്കുന്ന ആരാ? നിങ്ങൾ സ്വന്തം ഫസ്റ്റ് നാമിസ് ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങള് ഞാൻ എന്തായിരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ 1 നോമൻക്ലേച്ചർ ആയിട്ട് ഞാൻ വന്ന് പഠിപ്പിച്ചിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ ആരായിരുന്നു പഠിപ്പിച്ചത്? അനഗാമിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് തേർഡ് ചാപ്റ്ററിലേക്ക്, ഇഗ്നൈറ്റ് വൺ ഷോട്ട് സീരീസിന്റെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഏതാണ്? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ അവോധ ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾക്ക് ഇഗ്നൈറ്റ് വൺ ഷോട്ട് സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു ചാപ്റ്ററിനെ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാണ് ചുരുക്കി കൊണ്ടുവന്നിട്ടാണ് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ മാക്സിമം മിനിമം എമൗണ്ട് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ചാപ്റ്ററിനെ എന്താ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈവുകളും ഈ റെക്കോർഡ് ക്ലാസ്സസും മിസ്സാക്കാതെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് A+ ഉറപ്പാണ്. അത് അവോധയും മിസ്സും തരുന്ന ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നു. ഈ അവോധ ടീമിലെ അവോധ ഫാമിലിയിലെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതാട്ടോ. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പോയാലോ. ചാപ്റ്റർ നോക്കിക്കേ, ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിന്റെ വിന്യാസവും? അപ്പോ നമ്മുടെ ക്രിസ്മസ് എക്സാം എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പാടാണെന്നൊക്കെ തോന്നും, പക്ഷേ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് കൺവേ ചെയ്തെടുക്കാം. അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ഇതിനെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, നോക്കിക്കേ. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് തുടങ്ങാം. ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ നേച്ചറിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ. അതിൽ എലമെന്റ്സിന് അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസ്, അങ്ങനെയുള്ള കുറെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അറ്റോമിക് നമ്പറിൽ ഒരു എലമെന്റിന് ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ എന്താ വരുന്നത്? 1 ആണല്ലേ. അപ്പോൾ ഈ അറ്റോമിക് നമ്പർ 1 ആയി കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നു? അതിന്റെ ന്യൂക്ലിയസിന്റെ ചുറ്റിനുമുള്ള ഓർബിറ്റൽസിൽ എത്രത്തോളം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഹൈഡ്രജന്റെ കാര്യത്തിൽ എന്താ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷെ ബാക്കി പിന്നീട് വരുന്ന എന്താണ് എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും തോറും ന്യൂക്ലിയസിന്റെ ചുറ്റിനും എത്രത്തോളം ഇലക്ട്രോൺസ് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും? ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളു? എല്ലാം കൂടി കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഇടിയിട്ട് പുറത്തേക്ക് പോയില്ലേ? അതൊന്നും വരരുതല്ലോ. അപ്പൊ എത്രത്തോളം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഹൈസൻബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയന്റിസ്റ്റിന്റെ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ തുടങ്ങാം. നോക്കിക്കേ, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്താ ഈ പ്രിൻസിപ്പിൾ പറയുന്നത്? ഈ പ്രിൻസിപ്പിൾ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോട്ടോ. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, വേറെ മാറ്റമൊന്നും വരുത്തരുത്. എന്താ ഒരു പ്രിൻസിപ്പിൾ, ഒരു സയന്റിസ്റ്റ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ simultaneously the exact position and the exact velocity of fast moving subatomic particles like electron. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സബ് പാർട്ടിക്കിൾ ആണ് എന്ത്, ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന്റെ ചുറ്റിനും ഇലക്ട്രോൺ ഫാസ്റ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സണ്ണിന്റെ ചുറ്റിനും എർത്ത് റിവോൾവ് ചെയ്യുന്നത് പോലെ ന്യൂക്ലിയസിന്റെ ചുറ്റിനും എന്താണ്, ഈ ഇലക്ട്രോൺസ് ഫാസ്റ്റ്ലി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ്ലി മൂവിങ് ആയിട്ടുള്ള ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉള്ള ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്ത്, ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഒരു ആറ്റത്തിന്റെ ഡുവൽ നേച്ചറിനെ വെച്ചിട്ടാണ്. ഈ ഡുവൽ നേച്ചർ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഡുവൽ നേച്ചർ? ആറ്റത്തിന്റെ ഡുവൽ നേച്ചർ ആയിട്ടുള്ള അൺസർട്ടനിറ്റിയും അതേപോലെ എന്താണ് ഈ വെലോസിറ്റി, എക്സാക്ട് പൊസിഷൻ എല്ലാം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിലാണ്. അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സ്, അപ്പൊ ഒരു 1 വേർഡിൽ നമുക്ക് 1 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത് ഈ ഡുവൽ നേച്ചറിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ എന്താണ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നേ? ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സണ്ണിന്റെ ചുറ്റിനും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസ് എന്താണ് വരുന്നത്? ന്യൂക്ലിയസിന്റെ ചുറ്റിനും
എന്ത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ മാക്സിമം പ്രോബബിലിറ്റിയിൽ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുന്നോ ആ പ്രോബബിലിറ്റി ഓഫ് എന്താ സീയിങ് സ്പേസ്, ആ ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ പറ്റുന്ന ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം പ്രോബബിലിറ്റിയിൽ ഇലക്ട്രോൺസ് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുന്നുവോ ആ ഒരു സ്പേസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓർബിറ്റൽ എന്ന് വിളിക്കാം കേട്ടോ. നെക്സ്റ്റ് ഇനി ഇലക്ട്രോണിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഓർബിറ്റൽസും നമുക്ക് എന്ത് വെച്ചിട്ട് പറയാം? ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട് പറയാം. എന്ത് ക്വാണ്ടം നമ്പേഴ്സ്? ക്വാണ്ടം നമ്പേഴ്സ് എത്ര ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ക്വാണ്ടം നമ്പേഴ്സ് ആണ്. 3 ക്വാണ്ടം നമ്പേഴ്സ്. ഈ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണ് ഓർബിറ്റൽസിന്റെ സ്ട്രക്ചർ, ഷേപ്പ്, ഓറിയന്റേഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആദ്യത്തെ ക്വാണ്ടം നമ്പർ ആണ് എന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പിന്നെ രണ്ടാമത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. മൂന്നാമത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതേപോലെ നാലാമത് ഒരു ക്വാണ്ടം നമ്പർ ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഫസ്റ്റ് ക്വാണ്ടം നമ്പർ ആണ് എന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നോക്കിക്കേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മളെ എന്താണ് ഏത് ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് ക്വാണ്ടം നമ്പർ ആണ് എന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? നോക്കിക്കേ, സ്മോൾ ലെറ്റർ എൻ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷെൽസിനെ അല്ലെങ്കിൽ എനർജി ലെവൽസിനെ, ഒരു ഷെല്ല് ഏത് ഷെല്ലാണ് അല്ലെങ്കിൽ എത്രാമത്തെ ഷെല്ലാണ് അല്ലെങ്കിൽ അതിന്റെ എനർജി ലെവൽ എത്രാമത്തെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതായത് ലെറ്റർ എൻ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമ്പേഴ്സ് 1 2 3 4 അങ്ങനെ പോവാം. അപ്പോ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് 1 2 3 4 ആയിട്ട് പോവാം. അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു ചോദിച്ചാൽ എന്താ? എനർജി ലെവൽസ് അല്ലെങ്കിൽ ഷെൽസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എൽ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതെന്തിനായിരുന്നു സൂചിപ്പിക്കുക? ഇപ്പോൾ നമ്മുടെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഷേപ്പ് എന്താണ്, ആ ഷെല്ലിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്, 3 ഡയമെൻഷണൽ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ആണ് എന്ത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതിന് നമ്മൾ എം, സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എന്തിനാണ്? ഇപ്പൊ ഈ ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അത് എനർജി ലെവൽസ് അല്ലെങ്കിൽ ഷെൽസ് ഏതാണെന്ന് കാണിക്കാൻ. സെക്കൻഡ് വൺ എന്തായിരുന്നു? നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താ? 3 ഡയമെൻഷണൽ ഷേപ്പ് കാണിക്കാൻ, 3 ഡയമെൻഷണൽ ഷേപ്പ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. തേർഡ് വൺ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതെന്താണ്? ഓറിയന്റേഷൻ ഓഫ് ദി ഓർബിറ്റൽ, ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതായത് സ്മോൾ ലെറ്റർ എം വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ നമുക്ക് അതൊന്ന് കുറച്ച് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N1 ആയിട്ട് വരുന്ന ഷെല്ലിന്റെ പേരെന്താ? K എന്നാണ് പേര്. അതേപോലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണെങ്കിൽ ആ ഷെല്ലിന്റെ പേരെന്താ? L എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 3 ആണെങ്കിൽ M, 4 ആണെങ്കിൽ N. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n=1 ആണെങ്കിൽ ആ ഷെല്ല് ഏതായിരുന്നു? K. n=2 ആണെങ്കിൽ L, n=3 ആണെങ്കിൽ M, n=4 ആണെങ്കിൽ N എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നോക്കിക്കേ, ഇപ്പൊ n=L ആണെങ്കിൽ n=1 ആണെങ്കിൽ Lന്റെ വാല്യൂ എന്തായിരിക്കും വരിക? Lന്റെ വാല്യൂ എന്തായിരിക്കും വരിക നോക്കിക്കേ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ Lന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n-1, അതായത് n-ന്റെ വാല്യൂ ഉണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അസിമുത്തൽ ക്വാണ്ടം നമ്പർ കിട്ടും. അതേപോലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എങ്ങനെയാ കിട്ടുന്നത് നോക്കിക്കേ. 2 × L+1. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡബിളിന്റെ കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ്, നമുക്ക് നേരത്തെ കണ്ടിരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തായിരുന്നു വേണ്ടിരുന്നത്? Lന്റെ വാല്യൂ, അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ആയിരുന്നു വേണ്ടിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് നോക്കാം കേട്ടോ. നോക്കിക്കേ, Lന്റെ വാല്യൂ എന്തായിരുന്നു? n-1 എന്നാണ്. നമ്മൾ ഇവിടുത്തെ വാല്യൂ എന്താ? n എന്ന് പറഞ്ഞേക്കാം, 1 എന്ന് പറഞ്ഞേക്കാം. അപ്പൊ എന്തായിരിക്കും Lന്റെ വാല്യൂ വരിക? 1 - 1 എന്താ വരിക? 0. അതായത് 1 - 1, n-1 എന്താ? 0 ആണ് വരുന്നത്. അതേപോലെ സെക്കൻഡ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സെക്കൻഡ് ആയിട്ടുള്ള 2 ആയിട്ടുള്ള ഷെല്ലിന്റെ എന്താണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്തായിരിക്കും വരുന്നത്? 2 - 1 എന്താ വരിക? 1 ആണ് വരുന്നത് കേട്ടോ. അപ്പോ അതേപോലെ 3 ആണെങ്കിൽ 3 - 1 2, ഇവിടെ ആണെങ്കിൽ 4 - 1 3. അപ്പോ നേരത്തെ നമ്മുടെ കയ്യിലുള്ള n-നെ നിന്നിട്ട് 1 കുറച്ച് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ്ലി എന്തിലേക്ക് പോകും? അസിമുത്തൽ ക്വാണ്ടം നമ്പറിലേക്ക് പോകും. അപ്പോൾ
ഈ 0 ആയിട്ട് വരുന്നതിന്റെ സബ്ഷെൽ എന്ന് പറയുന്നത് എന്താണ്? എസ് ആയിരിക്കും. അതേപോലെ 1 ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എങ്കിൽ അതെന്തായിരിക്കും? സബ്ഷെല്ല് പി ആയിരിക്കും. 2 ആണെങ്കിൽ ഡി ആയിരിക്കും. 3 ആണെങ്കിൽ എഫ് ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സബ്ഷെൽ എന്താണ്? ഇത് എസ്, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി ആൻഡ് 3 ആണെങ്കിൽ എഫ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സബ്ഷെല്ലും കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും എന്ത് വരുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് വരുന്നത് കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇവിടെ എന്താ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 1. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്തായിരിക്കും? n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. നെക്സ്റ്റ് എന്താ? 2ന്റെ സ്ക്വയർ 4, ഇവിടെ എന്താ? 9, ഇവിടെ എന്തായിരിക്കും? 60. അപ്പൊ ഇത്രയും ഓർബിറ്റൽസ് ആണ് വരിക. എങ്ങനെയാ ഇത്രയും ഓർബിറ്റൽസ് വന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? അതെങ്ങനെ കാൽക്കുലേഷൻ? n² എങ്ങനെ വന്നു? സബ്ഷെല്ല് 1 ആയിരുന്നപ്പോ എന്താ? ഒരു ഓർബിറ്റലേ ഓർബിറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സബ്ഷെല്ല് പി ആയപ്പോ എങ്ങനെ 4 വന്നത്? എങ്ങനെ 4 വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? 2 × L + 1. 2 × L + 1 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കിട്ടുന്നത്. അതായത് സ്മോൾ ലെറ്റർ m. 2 × L + 1. അപ്പോൾ എസ് എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ എന്തായിരുന്നു? എല്ലിന്റെ വാല്യൂ എന്താ കിട്ടിയിരുന്നത്? നമുക്ക് 0 അല്ലേ കിട്ടിയിരുന്നത്? അപ്പൊ 2 × 0 + 1 എന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഓർബിറ്റൽ കിട്ടുന്നത്. അതേപോലെ പിന്റെ വാല്യൂ എന്താ കിട്ടിയിരുന്നത്? നമുക്ക് 1 അല്ലേ കിട്ടിയിരുന്നത്? അപ്പൊ 2 × 1 + 1 കിട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 3 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. അതേപോലെ എസ് കിട്ടി, പി കിട്ടി, ഡീനാണെങ്കിലോ 2 × 2 + 1 എന്ന് പറയുന്നതാണ് എന്ത്? 5 കിട്ടുന്നത്. അതേപോലെ എഫിനാണെങ്കിലോ 2 × 3 + 1 = എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ എസ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ഷെല്ലേ ഉള്ളൂ. അതെ, ഒരേ ഒരു സബ് ഷെല്ലാണുള്ളത്. പിക്ക് 3, ഡിക്ക് 5, എഫിനാണെങ്കിൽ 7 ആണുള്ളത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നോക്കിക്കേ, എസ്സിന് ഒരെണ്ണം, അതുകൊണ്ട് ഓൾറെഡി എസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലിൽ എന്ന് പറഞ്ഞാൽ പി മാത്രമല്ല, എസും പിയും കൂടി വരും. അപ്പൊ എസ്സിന് ഒരെണ്ണം ഉണ്ട്, പിക്കും ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം 4. ഇവിടെ എന്തായിരുന്നു? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. എം ഷെല്ലിൽ എന്തൊക്കെ വരും? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ എന്താ? എസിന്റെ വരും. എസിന് 1, ഇവിടെ 3, പിന്നെ ആരുണ്ട്? ഇവിടെ 5. അപ്പൊ ആകെ മൊത്തം എത്ര ഉണ്ടായി? 9 ആയല്ലേ. അതേപോലെ ഇവിടെ ആരൊക്കെ ഉണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ ആകെ മൊത്തം 4 സബ്ഷെല്ലുകൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഇവിടെ എന്ത് കിട്ടുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 16 വരുന്നത് കേട്ടോ. ദേ നോക്കിക്കേ, n = 1 വരുമ്പോ ഏതായിരുന്നു നമ്മുടെ ഷെല്ല് വരുന്ന? കെ ആണ്. അപ്പോൾ അവിടുത്തെ സബ്ഷെല്ല് എന്ന് പറയുന്നത് 1s. നമ്മൾ ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? 1s എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒരു സബ്ഷെല്ല്, അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് നമുക്ക് കൊള്ളാം? ഒരു എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം നമുക്ക് കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ പിയിലാണെങ്കിൽ എത്രയാണ്? 6 ഇലക്ട്രോൺ ആണ് കൊള്ളാൻ പറ്റുന്നത്. നമ്മൾ പി പറഞ്ഞല്ലോ, പിയിൽ 3 ഓർബിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരെണ്ണത്തിൽ 2 എണ്ണം വെച്ച് നോക്കുമ്പോൾ എന്താ? ആകെ മൊത്തം പിയിൽ 6 എണ്ണം കൊള്ളാം. ഡിയിലാണെങ്കിൽ 10, എഫിലാണെങ്കിൽ 14. അപ്പൊ എസിൽ 2, പിയിൽ എന്താ കിട്ടുന്നത്? 6, ഡിയിലാണെങ്കിൽ 10, എഫിലാണെങ്കിൽ 14. അപ്പൊ ആകെ മൊത്തം കെ എന്ന് പറയുന്ന ഷെല്ലിൽ മൊത്തത്തിൽ കൊള്ളാൻ പറ്റുന്ന ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. അതേപോലെ എല്ലിലാണെങ്കിലോ 8 ഇലക്ട്രോൺ. പിന്നെന്താ? എമ്മിലാണെങ്കിൽ 18, എന്നിലാണെങ്കിൽ എന്ത്? 32 ഇലക്ട്രോൺസ് ആണ് കൊള്ളാൻ പറ്റുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാലോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് മുൻപ് നോക്കിക്കേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺസിനെ എൻ്റർ ചെയ്യാൻ നോക്കുന്നത്. അത് എസ്, പി, ഡി, എഫ്. ഇതിനൊരു ഇൻക്രീസിങ് ഓർഡർ ഉണ്ട്. എനർജി ലെവൽസ്, എനർജി കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻക്രീസിങ് ഓർഡർ ഉണ്ട് ഓരോ ഓർബിറ്റൽസിന്. അപ്പൊ ആ ഇൻക്രീസിങ് ഓർഡറിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സബ്ഷെല്ലിലേക്കും ഇലക്ട്രോൺസിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സബ്ഷെൽ. ദേ ആർ being filled gradually in the increasing order of the energies of the subshell. Subshellsന്റെ എനർജി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ എനർജിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്ത്? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ സബ്ഷെല്ലിൽ നമ്മൾ ഇലക്ട്രോണെ ഫില്ല് ചെയ്യുന്ന പ്രക്രിയക്കാണ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് വിളിക്കുക. ഈ ഒരു ഫിഗർ നോക്കിക്കേ,
അതിലാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി സബ്ഷെൽ എനർജി ലെവൽസിനെ കാണിച്ചത്. ആദ്യം 1s ഫില്ല് ചെയ്തിട്ട് വേണം 2sലേക്ക് പോവാൻ. ബാക്കി ഇനി ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ വേണം 2pയിലേക്ക് പോവാൻ. പിന്നെ ദെൻ 3s 3p 4s കഴിഞ്ഞിട്ട് 4p അല്ല വരുന്നത്. നോക്കിക്കേ 3d ആണ് വരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും 4s കഴിഞ്ഞിട്ട് 3dയിലേക്ക് പോകാനുള്ള കാരണം? 4s കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? സാധാരണ 1s 2s 2p 3s 3p കഴിഞ്ഞിട്ട് 3d വന്നില്ല. 3d വരാതെ എന്താ 4sലേക്ക് പോയി. 4s കഴിഞ്ഞിട്ടാണ് പിന്നെ 3dയിലേക്ക് വന്നിട്ട് പിന്നെ 4pയിലേക്ക് പോയത്. ഇതിന് എന്തായിരിക്കും റീസൺ വരുന്നത്? അതിനും ഒരു സോളിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ആ റീസൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദി സബ്ഷെൽ എനർജി ലെവൽസ് എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയായിരുന്നു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ സബ്ഷെല്ലിന്റെ എനർജി ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ബേസിലാണ്, എനർജി ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ബേസിലാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. അതേ നോക്കിക്കേ, 1s 2s എടുക്കാണ്. ഇതിന്റെ n, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്താ? 1 ആണ് വരുന്നത്. ഇവിടെ s ഓർബിറ്റൽ ആയതുകൊണ്ട് L എന്താ വരുന്നത്? n-1 എന്ന് പറഞ്ഞാൽ 0 ആണ് വരുന്നത്. ഇവിടെ എന്താ? 2s ആണ്. 2 വരുമ്പോൾ n-ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. L-ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2-1 എന്ന് പറയുന്നത് n-ന്റെ വാല്യൂ 2 ആണ്. s ഓർബിറ്റൽ ആയതുകൊണ്ട് എന്താ വരുന്നത്? ഇവിടെ 0 ആണ് വരുന്നത് കേട്ടോ. s ഓർബിറ്റൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? L-ന്റെ വാല്യൂ 0 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് n+L റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ട്. ഈ റൂള് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്ഷെല്ലിന്റെ ഇൻക്രീസിങ് എനർജി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ n-ന്റെ വാല്യൂ എന്തായിരുന്നു വന്നിരുന്നത്? 1 ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ 1+0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ കിട്ടുക? 1 ആണ് കിട്ടുന്നത്. ഇവിടെ ആണെങ്കിലോ 2+0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നോക്കിക്കേ, ഫസ്റ്റ് ഏതിലായിരിക്കും ഫില്ല് ചെയ്യേണ്ടി വരുന്നത്? ഇവിടെ ഇൻക്രീസിങ് ഓർഡർ 1 എന്ന് നമ്മുടെ n+L വാല്യൂ വന്നതിന് ഇവിടെ 1ഉം ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കുറവുള്ളതിൽ വേണം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫില്ല് ചെയ്യാൻ. അപ്പൊ അസെൻഡിങ് ഓർഡർ ഓഫ് ദി n+L വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് 3Dയുടെയും 4sന്റെയും കാര്യത്തിലല്ല നമുക്ക് കൺഫ്യൂഷൻ വന്നിരുന്നത്. അപ്പൊ നമുക്ക് 3Dക്കും 4sന്റെയും കാര്യം നോക്കാം. ഇവിടെ എന്തായിരിക്കും n-ന്റെ വാല്യൂ വരാ? 3Dക്ക് 3 ആണ് വരുന്നത്. L എന്താ വരുന്നത്? D ആണ്. D ആയതുകൊണ്ട് എന്താ വരുന്നത്? 2 ആണ് വരുന്നത്. അതേപോലെ ഇവിടെ n-ന്റെ വാല്യൂ എന്താ വരുന്നത്? 4 ആണ് വരുന്നത്. ഇവിടെ L-ന്റെ വാല്യൂ എന്താ വരുന്നത്? S ആയതുകൊണ്ട് 0 ആണ് വരുന്നത്. ഇവിടെ n+L റൂൾ വെച്ചിട്ട് നമുക്ക് എന്താ പറയുന്നത്? 3+2 ഇവിടെ എന്താ കിട്ടുക? 5 ആണ് കിട്ടുക. 5 ആണ് കിട്ടുക. നെക്സ്റ്റ് എന്താ? 4+0 എന്താ കിട്ടുന്നേ? 4. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? ഈ 4 അല്ലേ? 4 അല്ലേ ചെറിയ വാല്യൂ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4sൽ ആദ്യം ഫില്ല് ചെയ്തിട്ട് 3Dയിലേക്ക് പോകുന്നത്. അപ്പൊ 4sൽ ആദ്യം, അപ്പൊ അസെൻഡിങ് ഓർഡർ ഓഫ് ദി n+L റൂളിന്റെ n+L വാല്യൂവിന്റെ അസെൻഡിങ് ഓർഡറിൽ വേണം നമ്മൾ സബ്ഷെല്ലിന്റെ എനർജി ലെവൽ അല്ലെങ്കിൽ എനർജി ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം ഏത് ഷെല്ലിലെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം, ദെൻ ഏത് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് പോകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 4sന്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടിയെന്ന് 4 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം 4sൽ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ 3Dയിലേക്ക് പോവാൻ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ ഇവിടെ എന്താ PDF നേരത്തെ കണ്ടില്ലായിരുന്നോ? ഇവിടെ 4s കഴിഞ്ഞിട്ട് 3Dയിലേക്ക് എനർജി ലെവൽസ് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. ഇത് നോക്കിക്കേ, ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്താ കൊടുത്തിരിക്കുന്നത്? 5. ബോറോൺ അറ്റോമിക് നമ്പർ 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഇതിന് ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരിക? നോക്കിക്കേ, 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്? 1s2 2s2. ഇപ്പൊ ആകെ മൊത്തം എത്ര ഇലക്ട്രോൺ ഫില്ലായി? 4 എണ്ണം ഫില്ലായി. ഇനി ഒരെണ്ണം കൂടിയാണ് ബാലൻസ് ഉള്ളത്. 1s2 2s2 2p. എസില് സെക്കൻഡ് ഓർബിറ്റൽ, അതായത് L എന്ന് പറഞ്ഞ ഷെല്ലില് 2p പിയും കൂടി വരും അല്ലെ. 2pക്ക് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. ഇനി ഇവിടെ ആകെ ബാക്കിയുള്ളത് 4 എണ്ണം ഫില്ലായി. ഇനി ഒരെണ്ണം വരാനുള്ളത് ആകെ 1 മാത്രമേ വരാനുള്ളതുകൊണ്ട് 2pക്ക് ഒരെണ്ണത്തിന് ഹോൾഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്താ? നൈട്രജൻ നോക്കിക്കേ, നൈട്രജൻ 7. അതിന്റെ വെച്ചിട്ട് നമുക്ക് എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്താ ചെയ്ത് നോക്കാം. നോക്കിക്കേ, 1s2 2s2 2ൽ ആരും കൂടി ഉണ്ട്? 2p എത്ര എണ്ണം വരണം? നമുക്ക് ഇവിടെ ആകെ 7 ഇലക്ട്രോൺ ആണുള്ളത്. 4 എണ്ണം ഫിൽ ആയിട്ടുണ്ട്. അപ്പൊ പിയിൽ എത്ര എണ്ണം കൂടി മതി? 4 എണ്ണം കൂടി മതി. അപ്പൊ 1s2 2s2 2p4. വേഗം എന്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ. നോക്കിക്കേ, നിയോൺ 10. നിയോണിന്റെ അറ്റോമിക് നമ്പർ എന്താ?
10 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? ഒന്ന് വേഗം ചെയ്ത് നോക്കിക്കേ. 1s2 2s2 2p എത്ര വരണം? നോക്കിയേ, ആകെ 10 ഇലക്ട്രോൺ ആണ് ഉള്ളത്, 4 എണ്ണം ഫിൽ ആയിട്ടുണ്ട്. ഇനി പിയിൽ എത്ര എണ്ണം കൂടി വരണം? 6 അല്ലേ? അപ്പൊ അതെ പിന്റെ ഇലക്ട്രോണിന്റെ പിയിൽ കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഇവിടെ കൊണ്ടിട്ടുണ്ട്. അപ്പൊ ആകെ മൊത്തം എത്ര? 10 ഇലക്ട്രോണും നിയോണിന്റെ ഫിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം. ഓക്സിജൻ 8. ഓക്സിജൻ അറ്റോമിക് നമ്പർ എന്താ? 8 ആണ്. അപ്പൊ ഇതിന്റെ എന്താ വരാ? 1s2 2s2 ഇനി എന്താണ്? 2pയിൽ എത്ര എണ്ണം വരും? ആകെ 8 ഇലക്ട്രോൺ ആണുള്ളത്, 4 എണ്ണം ഫിൽ ആയിട്ടുണ്ട്. ഇനി ബാക്കി 4 എണ്ണം കൂടി ഉള്ളൂ, അത് 2p4 വന്ന് ഫിൽ ആയിട്ടുണ്ട്. അപ്പോ 2p4 ഓക്സിജൻ 8 2p4 വന്ന് ഫില്ലായി, അതും കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം. ഇനി ഇതിന് 2 എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ 2 എലമെന്റ്സിന്റെ കാര്യത്തിൽ ഒരു എക്സെപ്ഷണൽ കേസ് നമുക്ക് വരുന്നുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. എക്സെപ്ഷണൽ കേസ് ആയിട്ട് നമുക്ക് വരാനുള്ളത് നോക്കിക്കേ, ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും, ക്രോമിയം എന്ന് പറയുന്ന എലമെന്റിന്റെയും കോപ്പർ എന്ന് പറയുന്ന എലമെന്റിന്റെയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോഴാണ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത റൂൾസ് അല്ലാതെ വേറൊരു റൂളും കൂടെ എക്സ്ട്രാ കയറി വരുന്നത്. അപ്പൊ അതെന്തായിരിക്കും? ഈ 2 കാര്യം എന്തായാലും എക്സാമിന് ചോദിക്കും, മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോപ്പർ അല്ലെങ്കിൽ ക്രോമിയം എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്രോമിയത്തിന് നോക്കിക്കേ, 24 ആണ് ക്രോമിയത്തിന്റെ തൊട്ട് മുമ്പ് വരുന്ന എലമെന്റ് ഏതാന്ന്, പീരിയോഡിക് ടേബിളിൽ ഏതാന്ന് വേഗം പേജ് ഒന്ന് മറിച്ചിട്ട് നോക്കിക്കേ. ക്രോമിയത്തിന്റെ തൊട്ട് മുമ്പ് വരുന്ന എലമെന്റ് വെനേഡിയം ആണ്. അതെന്താ? 23. വെനേഡിയം 23 ആണ് തൊട്ട് മുമ്പ് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 23 എന്ന അറ്റോമിക് നമ്പർ നോക്കിക്കേ. 1s2 2s2 2p6 3s2 3p6. അപ്പൊ ആകെ മൊത്തം എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുണ്ട്? 18 ഇലക്ട്രോൺ ആയി. ഇനി എത്ര കൊണ്ട് ഫില്ല് ചെയ്യാനുണ്ട്? ഇപ്പൊ 3p കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 3p കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നേ? 3p കഴിഞ്ഞിട്ട് 3D-ലേക്കാണോ പോകണ്ടേ? 3D ആണ് വലുത്, 4s ആണ് വലുത്? 3D ആണല്ലേ വലുത്. അപ്പൊ നമ്മൾ ചെറുതിൽ ആദ്യം ഫില്ല് ചെയ്യണം. അപ്പൊ 4s വേണം നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ? ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ നമ്മുടെ ആകെ മൊത്തം എത്ര ഇലക്ട്രോൺ ആയി? 18 ഇലക്ട്രോൺ ആയി. ഇപ്പോ എത്ര എണ്ണം വരണം ഇവിടെ? 2 എണ്ണം വന്നു. ഇനി 3D-യിലെ കാര്യം എന്താ വരുന്നേ? 3D എത്ര വരണം? 3 എണ്ണം കൂടി വരണം അല്ലെ? 3D-യിൽ 3 എണ്ണം കൂടി വന്ന് ഫില്ലായി കഴിഞ്ഞാൽ എന്ത്? വെനേഡിയത്തിന്റെ 23 ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫില്ലായി. അപ്പൊ 4s ഫില്ലാക്കി, ബാക്കി 3D-യിൽ വന്നു കംപ്ലീറ്റ്ലി ഫില്ലായി. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 24 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 3D തന്നെ ഇത് സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് 1s2 2s2 2p6 3s2 3p6 4s2 3D 4 എഴുതിയാൽ പോരെ മിസ്സേ? അതല്ല എളുപ്പം, കഴിഞ്ഞല്ലോ കാര്യം എന്ന് വിചാരിച്ചിരിക്കരുത്. അതിന് വേറൊരു റൂൾ ഉണ്ട്. എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം. നോക്കിക്കേ, 4s2 3D 4 എഴുതി കഴിഞ്ഞാൽ 23 24 ഒരു ഇലക്ട്രോൺ അല്ലേ കൂടുതലുള്ളൂ. അങ്ങനെ വിചാരിക്കരുത്. 4s നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? 1 ആണ് ഫില്ല് ചെയ്യേണ്ടത്. 3D-യിലാണെങ്കിലോ ഇവിടെ നിന്ന് എടുത്ത ഇലക്ട്രോണും കൂടി ഇവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്ത് ഇവിടെ 5 ആക്കി മാറ്റണം. ഡിയിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ നമ്പർ എന്ന് പറയുന്നത് 10 ആയിരുന്നു. ഇവിടെ മാക്സിമം അല്ല, അത് എന്താക്കി മാറ്റി? 5-ലേക്ക് എത്തിച്ചു. എന്തുകൊണ്ടായിരിക്കും 5-ലേക്ക് എത്തിക്കാനായിട്ടുള്ള റീസൺ? ആ റീസൺ അവിടെ നിൽക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് കോപ്പറിലേക്ക് പോവാം കേട്ടോ. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 29 ആണ് കോപ്പറിന്റെ അറ്റോമിക് നമ്പർ. അതേപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിക്കേ. 1s2 2s2 2p6 3s2 3p6. ഇവിടെയും എന്ത് തന്നെ വരും? 4s1 3D
10 എന്ന് വരും. 4s1 3d10 എന്നാണ് വരുന്നത്. അതിന്റെ റീസൺ എന്താ? ഈ രണ്ടാൾക്കാര് ഇങ്ങനെ വരാനുള്ളതിന്റെ റീസൺ എന്താ? 3d5 3d10 അങ്ങനെ വരാനുള്ളതിന്റെ റീസൺ എന്തായിരിക്കും? ഡി ഓർബിറ്റലിൽ നമ്മൾ പറഞ്ഞു ഡി എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ആ 10 അതിനെ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് പകുതി ഫില്ലാക്കിയോ ഒരു അവസ്ഥയ്ക്കോ അല്ലെങ്കിൽ മുഴുവനും ഫില്ലായ ഒരു അവസ്ഥയ്ക്ക് സ്ഥിരത കൂടുതലായിരിക്കും. അപ്പോൾ എന്താ സ്റ്റെബിലിറ്റി കൂടാനുള്ള ചാൻസ് ഈ ഇങ്ങനെയുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും. അതല്ലാതെ 4s2 3d4 എന്ന് വരുന്ന കോൺഫിഗറേഷനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും 3d5 എന്ന് പറയുന്ന കോൺഫിഗറേഷന്. അതേപോലെ തന്നെ ഇവിടെ 4s2 3d9 ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷൻ. അങ്ങനെ വരുന്ന കോൺഫിഗറേഷനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലാണ് ആര്? 3d10 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വരും. അപ്പൊ 3d10നും 3d5നും അതായത് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽ വിച്ച് പ്രോസസ് മോർ സ്റ്റെബിലിറ്റി. അപ്പൊ അത്രയും സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഈ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡിലുള്ള കേസിൽ വരുമ്പോൾ. അതേപോലെ തന്നെ എഫിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ എന്ന് പറയുന്നത് 14 ആണെന്ന് പറഞ്ഞു. അതിലും ഇതേ സെയിം കേസ് നമുക്ക് എന്താ പറയാം, എന്താണ് എഫിലും മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ എന്ന് പറയുന്നത് 14 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എഫിൽ എത്ര മാക്സിമം കൊള്ളാവുന്ന 14 ആണെങ്കിൽ എന്റെ ഹാഫ് ഫിൽഡ് എന്താ 7 വന്നു ഫില്ല് ചെയ്താലും അതിനെന്താ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഡിയിലും എഫിലും ഉള്ള കേസ് ഇതുപോലെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് എന്ന് പറയുന്ന ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എന്താ ചെയ്യണം? യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന രണ്ട് കേസാണ് നമ്മുടെ ക്രോമിയവും കോപ്പറും. ഇതൊരിക്കലും മറക്കരുത്. ഇതെന്തായാലും ക്വസ്റ്റ്യന് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഇനി നമുക്ക് കുറെ എലമെന്റ്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ബ്ലോക്ക് ഏത് ബ്ലോക്കിലാണോ ഉള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നു നോക്കിക്കേ. നമ്മൾ ആദ്യം പീരിയോഡിക് ടേബിൾ കാണിച്ചിരുന്നു. ഈ പീരിയോഡിക് ടേബിളില് ഓരോ സെക്ഷനും ഓരോ ബ്ലോക്ക് ആക്കിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സും 3 മുതൽ 12 വരെ, അതായത് ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സും, അത് കൂടാതെ ഇപ്പുറത്ത് മാറ്റി ഇവിടെ ഒരു കാണിക്കുന്ന ഈ ഒരു സെക്ഷൻ ഇല്ലേ, ഇത് 13 to 18 ഗ്രൂപ്പ് 13 to 18 വരെയുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പി ബ്ലോക്ക് എലമെന്റ്സും ആണ്. അപ്പോൾ അത് കൂടാതെ താഴെ 2 എണ്ണം വേറെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മാറ്റി വെച്ചിരിക്കുന്ന ടീമുകാരെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് അതായത് ഇവിടെ 6th പീരീഡിലെ ഇവിടെ 56 57 മുതൽ എന്താണ് 1 വരെയുള്ള സാധനങ്ങളെയാണ് ഇവിടെ നിന്ന് എടുത്ത് താഴത്തേക്ക് വെച്ചിരിക്കുന്നത്. അതേപോലെ 7th പീരീഡിലെ എന്താണ് 89 മുതൽ നമ്മുടെ എന്താ 103 വരെയുള്ള ആൾക്കാരെയാണ് ഇവിടുന്ന് എടുത്ത് മാറ്റി വയലറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ ഈ 6th പീരീഡിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാന്തനൈറ്റ്സ്. എന്താണ്? 6th പീരീഡിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലാന്തനൈറ്റ്സ്. അത് എഫ് ബ്ലോക്ക് പറഞ്ഞു വരുമ്പോൾ മിസ് ഒന്നും കൂടി പറയാം കേട്ടോ. അതുപോലെ 7th പീരീഡിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ടിനൈറ്റ്സ് എന്ന്. അപ്പൊ 6th പീരീഡിലുള്ളത് ലാന്തനൈറ്റ്സും 7th പീരീഡിലുള്ളത് ആക്ടിനൈറ്റ്സ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാലൻസിലേക്ക് നോക്കിക്കേ. അപ്പോൾ ഒരു ബ്ലോക്ക് നമുക്ക് ഒരു എലമെന്റിന്റെ പേര് അല്ലെങ്കിൽ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ അത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നിട്ട് എങ്ങനെ ബ്ലോക്ക് കണ്ടുപിടിക്കാം, ഏത് ബ്ലോക്കിൽ പെടുന്ന എലമെന്റ് ആണ് ഇതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് മിസ് പോണത് കേട്ടോ. അത് നോക്കിക്കേ. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യത്തിൽ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് എൻ്റർ ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ് ബ്ലോക്ക്. ഏത് ബ്ലോക്ക് എസ് ആണോ, പി ആണോ, ഡി ആണോ, എഫ് ആണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ വന്ന് എൻ്റർ ചെയ്യുമല്ലോ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് വന്ന് എൻ്റർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് പറയാം അത് ഈ ബ്ലോക്കിലുള്ളതാണ്. ഇപ്പൊ എസ് സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ജോയിൻ ചെയ്തതെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാം. പിയിലായിരുന്നെങ്കിൽ പി ബ്ലോക്ക് എന്ന് വിളിക്കാം. അതേപോലെ ഡിയിലാണെങ്കിൽ നമുക്ക് ഡി ബ്ലോക്ക് എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത കുറച്ച് എക്സാമ്പിൾസ് ഇല്ലേ, കുറച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത എക്സാമ്പിൾസിന്റെ അതിനകത്ത് നോക്കിക്കാം. ഇതിനകത്ത് വെനേഡിയം നോക്കിക്കേ. വെനേഡിയത്തിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് എൻ്റർ ചെയ്തേക്കുന്നത് എവിടെ? ഡി ആണ്. ഡിയിലാണ് വന്ന് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെനേഡിയം ഏത് ബ്ലോക്കിലുള്ളതാ? വെനേഡിയം ഡി ബ്ലോക്കിലുള്ളതാ. അതേപോലെ ക്രോമിയവും കോപ്പറും എല്ലാം ലാസ്റ്റ് വന്ന് എൻ്റർ ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് എൻ്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്?
ഡിയിലാണ്. അതുകൊണ്ട് ക്രോമിയം, കോപ്പർ, വനേഡിയം ഈ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇനി നമ്മൾ വേറൊരു കാര്യം നോക്കിയാലോ. നോക്കിക്കേ, ബോറോൺ. ബോറോണിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ വന്ന് എൻ്റർ ചെയ്തേക്കുന്നത്? പിയിലാണ്. പിയിൽ വന്ന് എൻ്റർ ചെയ്തപ്പോൾ ഏത് ബ്ലോക്ക് ആയിരിക്കും? പി ബ്ലോക്ക് ആയിരിക്കും. നൈട്രജൻ നോക്കിക്കേ, നൈട്രജൻ പി ആണ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും എന്ത് തന്നെയാണ്? പി ബ്ലോക്ക് എലമെന്റ്സിന് എക്സാമ്പിൾസ് ആണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ലിഥിയം 3. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 3 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ, 1s2 2s1. അപ്പോൾ 3 എണ്ണേ ഉള്ളൂ. 3 ഇലക്ട്രോൺ ഫില്ലായി ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്ന അവിടെ എസ് ബ്ലോക്കിലാണ്. അപ്പോൾ എന്ത് പറയാം? എസ് ബ്ലോക്കിലുള്ള ആളാണ് ലിഥിയം എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോഡിയം 11. സോഡിയം 11 എന്താ വരുന്നത്? 1s2 2s2 2p6 3s1. അപ്പോൾ സോഡിയത്തിന് 11 ആണ് നമ്മുടെ അറ്റോമിക് നമ്പർ വരുന്നത്. ഇതിനകത്തും ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് എൻ്റർ ചെയ്തിരിക്കുന്ന അവിടെ 3s1ലാണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ് ആണ് എന്ത്? നമ്മുടെ സോഡിയവും നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ് ആയ സോഡിയം, ലിഥിയം ഏത് ബ്ലോക്കിൽ വരുന്ന ആൾക്കാരാ? എസ് ബ്ലോക്കിൽ വരുന്ന ആൾക്കാരാണ്. കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് എൻ്റർ ചെയ്തിരിക്കുന്ന അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ബ്ലോക്ക് പറയാൻ പറ്റും. അപ്പൊ ഇനി ഏത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഇലക്ട്രോൺ നോക്കിയാൽ മാത്രം മതി. അത് ഏത് സബ്ഷനിലാണ് വന്നിരിക്കുന്നത് അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ പിരീഡുകളും ഗ്രൂപ്പുകളും എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് 1ഉം 2ഉം ഗ്രൂപ്പാണ്. പി എന്ന് പറയുന്നത് 13 മുതൽ 18 വരെയാണ്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താ? 3 to 12 വരെയാണ്. അപ്പൊ എസ് ബ്ലോക്ക് 1 and 2, പി എന്ന് പറയുന്നത് 13 to 18 ആൻഡ് ഡി എന്ന് പറയുന്നത് 3 to 12 വരുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ബ്ലോക്ക് ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് അതിന്റെ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന്റെ പീരീഡും ഗ്രൂപ്പ് നമ്പറും, പീരീഡ് നമ്പർ എത്രയാണ്, ഗ്രൂപ്പ് നമ്പർ എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പീരീഡ് നമ്പർ നോക്കിക്കേ, പീരീഡ് എന്തായിരിക്കും? അതിനകത്ത് ഹയസ്റ്റ് ആയിട്ടുള്ള സബ്ഷെല്ലിന്റെ നമ്പർ, ഹയസ്റ്റ് ആയിട്ടുള്ള ഷെല്ലിന്റെ നമ്പർ ആണ് നമ്മുടെ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഹയസ്റ്റ് ഷെൽ നമ്പറിനെയാണ് നമ്മൾ എത്രാമത്തെ പീരീഡിൽ നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന ബോക്സസ് ഇല്ല, അതാണ് നമ്മൾ പീരീഡ് എന്ന് വിളിക്കുന്നത്. ടോപ്പ് ടു ബോട്ടം വരുന്ന ബോക്സസ് ആണ് എന്ത്? നമ്മുടെ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പീരീഡ് എത്രയാന്ന് നോക്കണം? ഹയസ്റ്റ് ഷെൽ നമ്പർ നോക്കിയാൽ മതി, അതാണ് നമ്മുടെ പീരീഡ് ആയിട്ട് വരിക. പിന്നെ നമ്മൾ എന്താ നോക്കാനുള്ളത്? ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞത് ഓരോ ബ്ലോക്കിനും ഓരോ രീതിയിലാണ്. എത്ര ബ്ലോക്ക് ഉണ്ട്? എസ്, പി, ഡി, എഫ്. അപ്പോൾ ഓരോ ബ്ലോക്കിന്റെയും നമ്മുടെ ഗ്രൂപ്പ് നമ്പർ നോക്കുന്നത് എങ്ങനെയാ നോക്കിക്കേ. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ എസ് സബ്ഷെൽ. എസ് സബ്ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ട്? മാക്സിമം 1 അല്ലെങ്കിൽ 2 കൊള്ളാൻ പറ്റുള്ളൂ എസ് സബ്ഷെൽ അല്ലേ. അപ്പോ ഈ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. ആ ഇലക്ട്രോൺസിന്റെ നമ്പർ 1 ആണെങ്കിൽ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പിലെ ആൾക്കാരായിരിക്കും. സബ്ഷെല്ലിന്റെ എസിലെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ നോക്കാം. നോക്കിക്കേ, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ എന്തായിരിക്കും? പി ബ്ലോക്ക് എലമെന്റ്സിന് നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ഉള്ള എസ്, പി, എസിന്റെയും പിന്റെയും എലമെന്റ്സ് അത് നമ്മൾ എന്ത് ചെയ്യാ? കൂട്ടാം. എസ് സബ്ഷെല്ലിൽ എത്ര എലമെന്റ്സ് ഉണ്ട് വിത്ത് പി സബ്ഷെല്ലിൽ എത്ര എലമെന്റ്സ് ഉണ്ട് അത് രണ്ടും എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് പ്ലസ് എന്ത് ചെയ്യണം? ഒരു 10ഉം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം 13 to നമ്മുടെ ആരാണ്? 13 to 18 ആണ് നമ്മുടെ പി ബ്ലോക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഒരു 10 നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും ഇലക്ട്രോണുകളുടെ നമ്പേഴ്സ് സം ചെയ്തിട്ട് 10 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി ബ്ലോക്കിന്റെ അല്ലെങ്കിൽ പി ബ്ലോക്കിലെ നമ്മുടെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അതേപോലെ ഡി ബ്ലോക്കിലാണെങ്കിൽ 10 ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഡയറക്ട്ലി എസ് അല്ലെങ്കിൽ പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അത് നമ്മൾ പ്ലസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇതിന് കുറച്ച് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന കുറച്ച് എക്സാമ്പിൾസ് ഇല്ലേ, അതിൽ തന്നെ നമുക്കിത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതേ നോക്കിക്കേ, എസ് ബ്ലോക്കിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്താ എസ് ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺ എന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ അതേ 1s2 2s1 ആണ് വന്നിരിക്കുന്നത്. 2s1 വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് എത്രാമത്തെ ഗ്രൂപ്പിലാന്ന് പറയാൻ പറ്റും? എസ് ബ്ലോക്കിലാണെങ്കിൽ എസിൽ എത്ര ഇലക്ട്രോൺ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. 1 ആയതുകൊണ്ട് എന്താ 2s ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ ലിഥിയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. നെക്സ്റ്റ് ഇത് സോഡിയം എന്ന് പറയുന്നതോ, സോഡിയത്തിന്റെയും ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് എസിൽ ഒരു ഇലക്ട്രോണേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് മാഗ്നീഷ്യത്തിന്റെ നോക്കിക്കേ. മാഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് 12 ആണ്. 12 ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കയറി വന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോ എന്താ വരിക? ഇവിടെ S1 ആയിരുന്നു, ഇവിടെ S2 ആയപ്പോ ഏത് ഗ്രൂപ്പിലാ? ഇത് സെക്കൻഡ് ഗ്രൂപ്പില്, ഇത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ്, ഇതും ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇയാളാണെങ്കിലോ
സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ആളാണ് എന്ത് മഗ്നീഷ്യം എന്ന് പറഞ്ഞത്. അപ്പൊ എസ് ബ്ലോക്കിന്റെ കാര്യത്തില് അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് ഇതേ നോക്കിക്കേ, പി ബ്ലോക്കിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ പിയില് എന്താ ചെയ്യേണ്ടത്? പി ബ്ലോക്കിന്റെ കാര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ എസിലെയും പിയിലെയും എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് പ്ലസ് ചെയ്യാം. അപ്പൊ 2 + 1 എന്താ കിട്ടുന്നത്? 3 കിട്ടി. അതിന്റെ കൂടെ എന്തും കൂടി ചെയ്യണം? ഒരു 10 കൂടി ആഡ് ചെയ്യണം. അപ്പൊ 13. ഇപ്പൊ ബോറോൺ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാ? 13th ഗ്രൂപ്പിൽ വരുന്ന ആളാണ് ആര്? നമ്മുടെ ബോറോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് എസിലെയും പിയിലെയും ഇലക്ട്രോൺസ് സം ചെയ്തിട്ട് അതിന്റെ കൂടെ 10 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കിട്ടും. 13 to 18 ഉണ്ടല്ലോ, അതിനകത്ത് ഏത് ഗ്രൂപ്പിലാണെന്ന് അറിയണ്ടേ? അപ്പൊ 13 to 18 നമ്മുടെ ബോറോൺ വരുന്നത് 13th ഗ്രൂപ്പിലാണ്. അതായത് ബോറോൺ ഫാമിലി. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ പഠിച്ചതാണ് കേട്ടോ. ഇനി 17 ക്ലോറിന്റെ ആണെങ്കിലും ഇതെന്താ പ്ലസ് ചെയ്യേണ്ടത്? 2 + 5 എന്ത് കിട്ടും? 7 കിട്ടും. 7ന്റെ കൂടെ 10 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 17. കിട്ടി. അപ്പോ പി ബ്ലോക്കിന്റെ കാര്യത്തില് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് കണ്ടുപിടിക്കേണ്ട ടെക്നിക്ക്. ഇനി ഡി ബ്ലോക്കിന്റെ കാര്യത്തിലാണെങ്കിലോ, ഡി ബ്ലോക്കിൽ നമുക്കൊരു എക്സാമ്പിൾ ആണ് സ്കാൻഡിയം എന്ന് പറയുന്നത്. സ്കാൻഡിയം 21. സ്കാൻഡിയം 21 ഡി ബ്ലോക്കിൽ എന്തായിരുന്നു? എസിന്റെയും ഡിന്റെ ആ 2 ഇലക്ട്രോൺസിന്റെ സമം മാത്രം എടുത്താൽ മതി, വേറെ 10 ഒന്നും ആഡ് ചെയ്യണ്ട. അതായത് ഇവിടെ എസിലും ഡിയിലും 2 + 1 എന്താ കിട്ടുക? 3. 2 + 1 3. അപ്പോൾ 3 മാത്രം ആയിരിക്കും. 3 തേർഡ് ഗ്രൂപ്പിലാണ് നമ്മൾ ആര് വരുന്നത്? സ്കാൻഡിയം എന്ന് പറഞ്ഞ എലമെന്റ് വരുന്നത്. അപ്പൊ തേർഡ് ഗ്രൂപ്പിൽ വരുന്ന ആളാണ് സ്കാൻഡിയം. അപ്പൊ ഡി ബ്ലോക്കിലായപ്പോ എസിന്റെയും ഡിയിലെയും ഇലക്ട്രോൺസ് സം ചെയ്താൽ മാത്രം മതി. പിയിലായിരുന്നെങ്കിൽ അതിന്റെ കൂടെ 10 കൂടി ആഡ് ചെയ്യണം. എസിലായിരുന്നെങ്കിൽ എസിൽ എത്ര ഇലക്ട്രോൺ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ. എസിലാണെങ്കിൽ ഇലക്ട്രോൺ എത്ര ഉണ്ടെന്ന് നോക്കാം. പിയിലാണെങ്കിൽ എസിലെയും പിയിലെയും സം ചെയ്തിട്ട് 10 ആഡ് ചെയ്യുക. ഡിയിലാണെങ്കിൽ എസിലെയും ഡിയിലെയും സം ചെയ്ത് വെക്കാം. ഇനി ഇതിനകത്ത് പീരീഡ് എങ്ങനെയാ മനസ്സിലാക്കുക? ഹൈയസ്റ്റ് എന്തായിരുന്നു? ഹൈയസ്റ്റ് ഷെല്ലിന്റെ നമ്പർ ആണ് അവിടെ പീരീഡ് എന്ന് പറയുന്നത് അല്ല. ഹൈയസ്റ്റ് ഷെല്ലിന്റെ നമ്പർ ആണ് പീരീഡ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പീരീഡ് എന്താ വരുന്നത്? ഇതിനകത്ത് ഹൈയസ്റ്റ് ഷെല്ലിന്റെ നമ്പർ എന്താ? 1 ആണോ 2 ആണോ? 2 അല്ല. അപ്പൊ ഇതിനകത്ത് പീരീഡ് എന്ന് വിളിക്കുന്നത് എന്താ? പീരീഡ് എന്ന് പറയുന്നത് പീരീഡ് ഈക്വൽ ടു ഇവിടെ 2 ആണ്. നമ്മുടെ ഇവിടെ ക്ലോറിലെ ഏറ്റവും ഹൈയസ്റ്റ് നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പം ഇവിടുത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടത്തെ ആണെങ്കിലോ ഇവിടുത്തെ ഹൈയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് 4 ആണ്. ഈ ഒരു കേസിലാണെങ്കിലോ ഇവിടെ ഒക്കെ 3 ആണ് വന്നിരിക്കുന്ന പീരീഡ്. ഇത് രണ്ടിലിന്റെ കേസിൽ 3 ആണ്. ഇവിടുത്തെ കേസിലാണെങ്കിൽ എന്താ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹൈയസ്റ്റ് ഷെല്ലിന്റെ നമ്പർ പീരീഡും കിട്ടി. ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായി, പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായി, അതേപോലെ എന്താണ് ഗ്രൂപ്പിന്റെ നമ്പറും കണ്ടുപിടിക്കുന്നത് എങ്ങനെ മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ സെക്ഷനിലേക്ക് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാനുള്ളത്? ഇനി ഓരോ ബ്ലോക്കുകളുടെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇത് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. 2 മാർക്കിനൊക്കെ എന്തായാലും ഏതെങ്കിലും ഒരു ബ്ലോക്കിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പോൾ അതെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോക്കിക്കേ. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ അത് ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നമ്മൾ കഴിഞ്ഞെല്ലാം പഠിച്ച ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ എന്താ വിളിക്കുന്നത്? ആൽക്കലൈൻ മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ചേർന്നതായതുകൊണ്ട് ആണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതേപോലെ ഇവര് സോളിഡ് സ്റ്റേറ്റിലാണ് കൂടുതലും കാണപ്പെടുക. എല്ലാ എലമെന്റ്സും മിക്കവാറും എലമെന്റ്സ് എല്ലാം സോളിഡ് സ്റ്റേറ്റിലാണ്. പക്ഷെ സീഷ്യം എന്ന് പറയുന്ന എലമെന്റ് മാത്രം റൂം ടെമ്പറേച്ചറിൽ ഇരുന്നതിന് അത് മെൽറ്റ് ചെയ്ത് പോകും. കാരണം അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്. ഭയങ്കര ലോ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്ന ഒരാളാണ് സീഷ്യം എന്ന് പറയുന്നത്. 28-29 ഡിഗ്രി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോഴത്തേക്കും മെൽറ്റ് ആയി പോകും. ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും റൂം ടെമ്പറേച്ചറിൽ കാണാൻ പറ്റുക. അതുകൊണ്ട് സീഷ്യം മാത്രം എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. റൂം ടെമ്പറേച്ചറിൽ കാണാൻ ബാക്കിയെല്ലാം സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഇതിന് കാണിക്കാൻ പറ്റുന്ന അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സിന് കാണിക്കാൻ പറ്റുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം +2 മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ് ഷെല്ലിൽ 1 അല്ലെങ്കിൽ 2 അല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഇത് 1 അല്ലെങ്കിൽ 2 അല്ലേ പോകാൻ പറ്റുള്ളൂ. ബാക്കി പോയി കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയില്ലേ. അതുകൊണ്ട് +1 അല്ലെങ്കിൽ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. പിന്നെ അതിനകത്ത് തന്നെ ഈ ഗ്രൂപ്പിലുള്ള 2 ആൾക്കാരാണ് ഫ്രാൻസിയം റേഡിയം. ഇത് 2 എന്താണ്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന് എന്ത് പറയാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഇത് സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്.
പി ബ്ലോക്കിന്റെ എന്താ ക്യാരക്ടറിസ്റ്റിക്സ്? ഇതിനകത്ത് എല്ലാം കാണപ്പെടും. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഈ 3 രീതിയിലുള്ള സ്റ്റേറ്റിലും നമുക്ക് എന്ത് കാണപ്പെടും? നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സിനെ കാണപ്പെടും. മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോൺ മെറ്റൽസ്. ഇത് സോളിഡ് സ്റ്റേറ്റിലാണ് മിക്കവാറും കാണപ്പെടുക. അത് സോളിഡ് സ്റ്റേറ്റിൽ മാത്രമല്ല, സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും നമുക്ക് എന്ത് കാണപ്പെടും? ഈ പി ബ്ലോക്ക് എലമെന്റ്സിനെ കാണപ്പെടും. അതേപോലെ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും ഇവർ കാണിക്കും. നേരത്തെ എസ് ബ്ലോക്ക് എന്തായിരുന്നു? +1 +2 മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ പി ബ്ലോക്കുകാർ എന്താ? പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും കാണിക്കുന്ന ആളാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അതുകൂടാതെ ഗാലിയം എന്ന് പറയുന്ന എലമെന്റിനും വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നു. വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ്സിൽ സീഷ്യം പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും ലോ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്ന ആളാണ് ഗാലിയം. അത് 29 ഡിഗ്രി സെൽഷ്യസിലൊക്കെ എന്താ വാം ആയിട്ട്, അത് വാം ഡേയ്സിൽ അല്ലെങ്കിൽ 29 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായി പോകും? ലിക്വിഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഗാലിയം എന്ന് പറയുന്ന എലമെന്റ് കാണപ്പെടുക. മറ്റേടത്ത് ആരായിരുന്നു? സീഷ്യ ആയിരുന്നു അല്ലെ? സീഷ്യ ആയിരുന്നു. ഇനി നോക്കിക്കേ, ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 9th 8th നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ വിളിക്കുക. പിന്നെ ഇത് ഇന്നർ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇത് മെറ്റൽസ് ആണ്, ഓക്സിഡേഷൻ മെറ്റൽസ് ആണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ എല്ലാ മെറ്റൽസ് ആയിട്ടാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുക. കൂടാതെ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന് മറ്റൊരു പ്രത്യേകതയാണ്, ഇവരുണ്ടാക്കുന്ന കോമ്പൗണ്ട്സിന് എന്ത് കാണിക്കും? കളേഴ്സ് ഉണ്ടാവും. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നുണ്ടാവുന്ന കോമ്പൗണ്ട്സിന് എന്താ? കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുക. അതായത് ട്രാൻസിഷൻ മെറ്റൽസിന്റെ കോമ്പൗണ്ട്സ് കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഈ 3 സാധനങ്ങൾ നമുക്ക് എന്താ നമ്മുടെ ഡി ബ്ലോക്കിലുള്ള എലമെന്റ്സ് ആണ് കോപ്പർ. പിന്നെ ഇവിടെ പൊട്ടാസ്യത്തിൽ ആരാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റില് മാംഗനീസ്, അതേപോലെ പൊട്ടാസ്യം ഡൈക്രോമേറ്റില് ക്രോമേറ്റ്. ഈ കോപ്പർ, ക്രോമേറ്റ്, മാംഗനീസ്, ഈ 3 സാധനങ്ങൾ ഈ കോമ്പൗണ്ടിൽ വന്നത് കൊണ്ടാണ് ഇത് കളേർഡ് കോമ്പൗണ്ട്സ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താ? ഒരു ബ്ലൂ കളറാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഒരു വയലറ്റ് അല്ലെ പർപ്പിൾ പോലത്തെ ഒരു കളറ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിനാണെങ്കിൽ ഒരു യെല്ലോ കളറാണ് വരുന്നത്. അപ്പോൾ ഈ കോപ്പർ, ക്രോമിയം, മാംഗനീസ് വരുന്നത് കൊണ്ടാണ് ഈ കോമ്പൗണ്ട്സിന് കളേർഡ് കോമ്പൗണ്ട്സ് ആയിട്ട് കളറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ കളർ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഇങ്ങനെ സ്ലൈറ്റ്ലി വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടിട്ടാണ്. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പറയുന്നതിന് മുമ്പ് എഫ് ബ്ലോക്കും കൂടെ നമുക്ക് തീർക്കാം. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ഇത് ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് എൻ്റർ ചെയ്യാൻ. നേരത്തെ എന്തായിരുന്നു? പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരുന്നു ഡി ബ്ലോക്ക്. ഇത് ആന്റി പെനൾട്ടിമേറ്റ്. ഇത് ഒരു ഷെല്ലിന്റെ അകത്തുള്ളതിന്റെ വേറൊരകത്ത്, അങ്ങനെ രണ്ട് ഷെല്ല് പൊട്ടിച്ചിട്ട് വേണം ഒരു ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യാൻ. അതാണ് ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിൽ വരുന്നത്. പിന്നെ ഇതിന് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. നേരത്തെ ട്രാൻസിഷൻ ആയിരുന്നു, അതിന്റെ അകത്ത് ഫില്ല് ചെയ്യണോണ്ട് എന്താ? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് ആണ്. 6th പീരീഡിനെ ലാന്തനേറ്റ്സ് എന്ന് വിളിക്കുന്നു, 7th പീരീഡിനെ ആക്ടിനേറ്റ്സ് എന്ന് വിളിക്കുന്നു. നേരത്തെ മിസ് പറഞ്ഞിരുന്നില്ലേ? പിന്നെ കുറച്ച് ഐസോട്ടോപ്പുകളും ഇവിടെ ഉണ്ട്. ഐസോട്ടോപ്പുകൾ യുറേനിയം, തോറിയം, പിന്നെ പ്ലൂട്ടോണിയം എന്നൊക്കെ പറയുന്ന അതിന്റെ ഐസോട്ടോപ്പുകളെല്ലാം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? നിയോഡിനിയം, പിന്നെ സീറിയം, ലന്താനം ഒക്കെ എന്താണ്? പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താ? യുറേനിയം, തോറിയം, പിന്നെ അത് പ്ലൂട്ടോണിയം എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവൽ ആയിട്ടും, നിയോഡിനിയം, പിന്നെ എന്താണ്? നമ്മുടെ ലന്താനം, സീറിയം എന്നൊക്കെ പറയുന്നത് എന്താ? കാറ്റലിസ്റ്റ് ആയിട്ട്, പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നേരത്തെ ഒരു കാര്യം വിട്ടുപോയില്ലേ? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ. ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരി ചെയ്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഇങ്ങനെ വേരി ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? FeCl2, FeCl3 എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് എടുക്കാം. ഇതിനകത്ത് എന്താണ്? ഫെറം, അതായത് അയൺ എന്ന് പറയുന്നത് ഡി ബ്ലോക്കിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ FeCl2ലും FeCl3ലും വരുമ്പോൾ എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് മാറുന്നതെന്നാണ്. ആദ്യത്തെ എന്താ? ഫെറസ് ക്ലോറൈഡും മറ്റേത് ഫെറിക് ക്ലോറൈഡും ആണ്. എന്ത്? ഫെറസും ഇത് ഫെറിക്കും. അപ്പോൾ നമുക്ക് നേരത്തെ കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട് Clന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. ഓക്സിജന്റെ ആണെങ്കിൽ -2 ആണ്. ഹൈഡ്രജന്റെ ആണെങ്കിൽ +1 ആണ്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണേ. Clന് -1, ഓക്സിജന് എന്താണ്? -2, ഹൈഡ്രജൻ ആണെങ്കിൽ +1. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ? Feന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം. Feക്ക് നമുക്ക് എന്ത് ചെയ്യാം? X എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം,
പ്ലസ് Cl എത്രണ്ണുണ്ട്? 2 എണ്ണം. Clന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്, ഈക്വൽ ടു 0. അപ്പൊ x പ്ലസ് -2 ഈക്വൽ ടു 0 ആണ് വരുന്നത്. അപ്പൊ x ഈക്വൽ ടു എന്ത് കിട്ടി? +2. അപ്പൊ ഇവിടുത്തെ എഫിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. അതേപോലെ ഇവിടെ FeCl3ന്റെ കേസിലാണെങ്കിൽ x പ്ലസ് 2 ഇൻറ്റു 2 അല്ല, സോറി, എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ ആണ്. 3 ഇൻറ്റു -1 ഈക്വൽ ടു 0. അപ്പൊ x പ്ലസ് x മൈനസ് 3 ഈക്വൽ ടു 0. x ഈക്വൽ ടു എന്ത് കിട്ടി? 3 കിട്ടി. x ഈക്വൽ ടു 3 +3 ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ എഫിയുടെ വാല്യൂ എന്താ കിട്ടുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് കിട്ടുന്നത്. ഇവിടെ എന്തായിരുന്നു? +2ഉം ഇവിടെ +3 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് മാറിയപ്പോൾ എന്തായിട്ട് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നമുക്ക് എഫിക്ക് നിൽക്കാൻ പറ്റി. +2ൽ നിൽക്കാൻ പറ്റി, +3ലും നിൽക്കാൻ പറ്റി. അങ്ങനെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾക്ക് ഈ മറ്റേ ട്രാൻസിഷൻ മെറ്റൽസിൽ നമുക്ക് നിൽക്കാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ MnCl2, Mn2O2, ഇതിന്റെയൊക്കെ എന്തായിരിക്കും വരാം? MnCl2ന്റെ അത് മാംഗനീസ് ആണ്. മാംഗനീസ് ആണ് നമ്മുടെ ഡി ബ്ലോക്കിലുള്ള ആളട്ടാ. Mnന്റെ ഇവിടെ എന്താ കിട്ടുന്നത്? Mn നമുക്ക് x കൊടുക്കാം. x ഇൻറ്റു -2 ഇൻറ്റു -1 ഈക്വൽ ടു 0. x ഇൻറ്റു എന്താ -x -2 ഈക്വൽ ടു 0. x ഈക്വൽ ടു എന്ത് കിട്ടി? +2 കിട്ടി. ഇവിടെ എന്താ? +2. ഇവിടെ ഓക്സിജന്റെ നമ്മുടെ നമ്പർ എന്തായിരുന്നു നേരത്തെ എഴുതി വെച്ചിരുന്നത്? ഓക്സിജൻ നമ്പർ -2 ആണ്. അപ്പൊ -2 ആയപ്പോ ഇവിടെ നമ്മൾ എന്തെടുക്കേണ്ടത്? മാംഗനീസ് 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് 2x പ്ലസ് ഓക്സിജന്റെ എന്താ എത്ര ഉണ്ട്? 2 ഇൻറ്റു -2 ഈക്വൽ ടു 0. അപ്പൊ 2x ഇതെന്താ? -4 ഈക്വൽ ടു 0. 2x ഈക്വൽ ടു 4. x ഈക്വൽ ടു എന്ത് പറ്റും? ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക. 4/2 ഈക്വൽ ടു 2. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 തന്നെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത് കേട്ടോ. സെയിം തന്നെ കിട്ടി. വേറൊരു കോമ്പൗണ്ട് എടുത്ത് കാണിച്ചു എന്നുള്ളൂ. ഇനി വേറെന്താ? Mn2O7 ഒന്ന് ചെയ്ത് നോക്കിയാലോ? Mn2O7 നോക്കിക്കേ. 2 മാംഗനീസ് ഉണ്ട്, പ്ലസ് ഓക്സിജൻ എത്ര ഉണ്ട്? 7 ഇൻറ്റു -2 ഈക്വൽ ടു 0. 2x -14 ഈക്വൽ ടു 0. 2x ഈക്വൽ ടു 14. x ഈക്വൽ ടു 14/2 which is equal to 7. ഇവിടെ എന്ത് കിട്ടി? മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ബാക്കി രണ്ടെണ്ണത്തിന് എന്തായിരുന്നു? +2 ആണ് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടിയിരുന്നത്. ഇവിടെ എന്താ? +7 കിട്ടി അല്ലേ? അപ്പോ വേരിയസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്തെന്ന്? ഫെറസിന്റെയും കിട്ടി, അതേപോലെ മാംഗനീസിന്റെയും കിട്ടി. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നോക്കിക്കേ, ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളൂ. അതോട് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നോക്കിക്കേ, അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താ? ഈ ഡെഫിനിഷനും കൂടി പഠിച്ചു വെച്ചേക്കാം. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഈസ് റിക്വയർഡ് ടു എന്താ? റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ദി outermost shell of the എന്താ? gaseous atom. അപ്പോ എന്താണ്? ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗേഷ്യസ് ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നിട്ട് ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ പിടിച്ചു മാറ്റാൻ വേണ്ടുന്ന ഒരു മിനിമം എനർജിക്കാണ് നമ്മുടെ അയണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ചുറ്റിനും കുറെ ഇലക്ട്രോണിക് ഓർബിറ്റൽസ് ഉണ്ട്. അതിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ആളുമായിട്ട്, ന്യൂക്ലിയസ് നടുക്ക് നിൽക്കുന്ന ന്യൂക്ലിയസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ആളുമായിട്ട് എന്തായിരിക്കും? കോണ്ടാക്ട് കുറവായിരിക്കും. അപ്പൊ അയാളെ പിടിച്ചു മാറ്റാൻ വേണ്ടുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജിനെയാണ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസ് ആയിട്ടാണ് തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ എന്ത് പറയാൻ പറ്റുക? ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിന്റെ ചുറ്റിനും ഇതേപോലെ കുറെ എന്തുണ്ട്? ഓർബിറ്റൽസ് ഉണ്ട്. ഈ ഓർബിറ്റൽസിൽ കുറെ അധികം എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ കുറെ ഇലക്ട്രോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസ് തൊട്ടടുത്തുള്ള ആൾക്കാരെ ഇങ്ങനെ പിടിച്ച് വലിച്ചു വെച്ചുകൊണ്ടിരിക്കും, ഇങ്ങോട്ടേക്ക് പിടിച്ച് വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഇലക്ട്രോൺസിന്റെ ഓർബിറ്റൽസിന്റെ എണ്ണം കൂടുന്തോറും ഇവ തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഇലക്ട്രോൺസിന് തമ്മിലുള്ള അട്രാക്ഷൻ കുറയുമ്പോൾ എന്ത് പറ്റും? ഈ പുറത്ത് നിൽക്കുന്ന ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാം? പുൾ ഔട്ട് ചെയ്ത് പുറത്തേക്ക് പിടിച്ചു വലിക്കാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റും.
അങ്ങനെ പിടിച്ചു വലിക്കാൻ എളുപ്പത്തിൽ പറ്റുന്ന അതിനൊരു മിനിമം എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം. വെറുതെ പിടിച്ചു വലിച്ചതിനെ പോരല്ലോ, ഒന്ന് പുഷ് ചെയ്ത് നല്ല ഹാർഡ് ചെയ്ത് പിടിച്ചു വലിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വലിക്കാൻ വേണ്ടുന്ന എനർജിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അങ്ങനെ കൊടുക്കുന്ന ഒരു മിനിമം എനർജിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അയണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ഈ അയണൈസേഷൻ എനർജി എങ്ങനെയാണ് പീരീഡിലും ഗ്രൂപ്പിലും വേരി ചെയ്യണേന്ന് നോക്കിക്കുക. എന്താ മൂവിങ് ഡൗൺ ടു ടോപ്പ് ടു ബോട്ടം വരുമ്പോഴത്തേക്കും ഗ്രൂപ്പിന്റെ എന്ത് പറ്റും, ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ സൈസ് കൂടി വരാണ്. മോളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും സൈസ് കൂടി വരുമ്പോഴത്തേക്കും എന്താണ്, ന്യൂക്ലിയസിൽ നിന്നിട്ട് നമ്മുടെ ഓർബിറ്റൽസ് നീങ്ങി വരികയാണ് അല്ലെ. ഓർബിറ്റൽസ് നീങ്ങി വരുമ്പോഴത്തേക്കും ആ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലും തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു നിൽക്കും. ആ കുറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ എന്താണ്, കുറച്ച് ഇലക്ട്രോൺ മതി. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറച്ച് മതി. ഡിഗ്രീസസ് ആർ ഓൺ മൂവിങ് ഡൗൺ ഇൻ എ ഗ്രൂപ്പിന് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് കുറവ് മതി. കാരണം എന്താ, കുറച്ച് എനർജി പോലെ തന്നെ പെട്ടെന്ന് പൊക്കോളും. പക്ഷേ മൂവ് ലെഫ്റ്റ് ടു റൈറ്റ് ഗ്രൂപ്പിൽ അല്ല പീരീഡിൽ കാര്യം വരുമ്പോഴത്തേക്കും ലെഫ്റ്റിൽ നിന്നിട്ട് റൈറ്റിലേക്ക് പോകുന്ന സിറ്റുവേഷനിൽ എന്താണ്, നമ്മുടെ ആറ്റത്തിന്റെ സൈസ് ചെറുതായി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ന്യൂക്ലിയസിനോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയർ എനർജി കൂടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ ന്യൂക്ലിയസ് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ പുൾ ചെയ്യാനുള്ള എനർജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴത്തേക്കും നമ്മുടെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കൂടിയാണ് വരുന്നത്. ടോപ്പ് ടു ഡൗൺ ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കും കുറഞ്ഞു വരെയും ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോഴത്തേക്കും എന്താണ്, അയണൈസേഷൻ എൻതാൽപ്പി കൂടിയാണ് വരുന്നത് കേട്ടോ. അപ്പൊ മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ് പീരീഡ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഓൾസോ ഇൻക്രീസസ്. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി ഓൾസോ ഇൻക്രീസ്, ദെൻ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അപ്പൊ ഇത്രയും കേസുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഇത്രയും നേരം കൊണ്ട് 1 മണിക്കൂർ പോലും എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 മണിക്കൂർ പോലും എടുക്കാതെ ചാപ്റ്റർ 3 നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 3യുടെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും, എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നു, സബ്ഷെല്ലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എങ്ങനെ വരുന്നു, സബ്ഷെൽസ് എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്, പിന്നെ അതുകൂടാതെ ഓരോ ബ്ലോക്കുകൾ എന്തൊക്കെയാണ്, എത്ര ബ്ലോക്ക് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ, ആ ബ്ലോക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാം, പീരീഡ് എങ്ങനെ കിട്ടും, അതേപോലെ ഗ്രൂപ്പ് എങ്ങനെ കിട്ടും, ഗ്രൂപ്പിന്റെ നമ്പർ എങ്ങനെ കിട്ടും, ഓരോ ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. പിന്നെ അതുകൂടാതെ നമ്മൾ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ എക്സെപ്ഷണൽ കേസുകളായിട്ടുള്ള കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും കണ്ടു. അതേപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ഈ കോപ്പറിന്റെ ക്രോമിയത്തിന്റെ ഒക്കെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാം എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ പറഞ്ഞ പോർഷൻസിലെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ ലൈവുമായിട്ട് ഞാൻ നാളെ വരുന്നുണ്ട്. ഇതിന്റെ ലൈവുമായിട്ട് ഞാൻ നാളെ 5 മണിക്ക് ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും പിന്നെ അത് കൂടാതെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നിച്ചിരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ എക്സാമിനെ ഫേസ് ചെയ്തിരിക്കാം. എക്സാമിന് നമുക്ക് കൂളായിട്ട് ഫേസ് ചെയ്തിരിക്കാം അല്ലെ. അപ്പോൾ നമുക്ക് ഞാൻ മിസ് തന്നെ ഉറപ്പ് പറയാണ്, ഈ ചാപ്റ്ററിലെ 8 വെയിറ്റേജ് ആണ് മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വെയിറ്റേജ് കംപ്ലീറ്റ്ലി നമുക്ക് വാങ്ങിക്കാം. കംപ്ലീറ്റ്ലി വാങ്ങിച്ച് നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് ഇപ്പൊ തന്നെ അരച്ച് കലക്കി കുടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നാളെ ലൈവിൽ വരുമ്പോൾ എങ്ങനെയാ, ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വരാം. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നമുക്ക് എഴുതി നോക്കണ്ടേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതി നോക്കാം. അപ്പൊ യാബോധ ഫാമിലിന്റെ കൂടെ നിൽക്കുക, ഇഗ്നൈറ്റ് 1 ഷോട്ടിന്റെ കൂടെ നിൽക്കുക. ഇഗ്നൈറ്റ് 1 ഷോട്ട് എന്തായാലും എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. അപ്പോൾ ഈ ഇഗ്നൈറ്റ് 1 ഷോട്ട് വീഡിയോസിനും ബോധ 1 ഷോട്ട് വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഇതെന്താ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. പിന്നെന്താ, ഇതിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്നതിനാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ നിന്ന് എല്ലാ രീതിയിലും നിങ്ങൾക്കുള്ള സപ്പോർട്ട് തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ചാപ്റ്റർ 3 വെച്ചിട്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്റെ പേര് ഫസ്ന, ഞാൻ പോവാണ്. ഓക്കെ, ബൈ.